എംബ്രിയോളജി പ്രാക്ടിക്കലിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ടങ് ആണ്. ടങ്ങിന് ഒരു ആന്റീരിയർ 2/3 പോസ്റ്റീരിയർ 1/3 ഉണ്ട്. രണ്ടിന്റെയും ഡെവലപ്മെന്റ് ഡിഫറന്റ് ആണ്. ആന്റീരിയർ 2/3 ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൽ നിന്നാണ്. ഈ ഫസ്റ്റ് ഫെറിഞ്ചൽ ആർച്ചിൽ നിന്ന് 2 ലാറ്ററൽ സ്വെല്ലിങ്സും ഒരു മീഡിയൽ സ്വെല്ലിങ്ങും വരുന്നു. ലാറ്ററൽ സ്വെല്ലിങ്സിനെ നമ്മൾ ലിംഗ്വൽ സ്വെല്ലിംഗ് എന്നും മീഡിയൽ സ്വെല്ലിങ്ങിനെ ട്യൂബർക്കുലം ഇംബാർ എന്നുമാണ് വിളിക്കുന്നത്. ഈ 3 സ്വെല്ലിങ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ആന്റീരിയർ 2/3 ഓഫ് ദ ടങ് ഫോം ചെയ്യുന്നത്. അടുത്തത് പോസ്റ്റീരിയർ 1/3. പോസ്റ്റീരിയർ 1/3 3 ആർച്ചിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഫെറിഞ്ചൽ ആർച്ച്. അപ്പൊ അവിടെ എന്താണ്, അതിൽ നിന്നും ഒരു മിഡ് ലൈൻ സ്വെല്ലിംഗ്, അതാണ് ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ്. അതിന്റെ ക്രേനിയൽ പാർട്ടാണ് പോസ്റ്റീരിയർ 1/3 ആയിട്ട് മാറുന്നത്. കമ്മിങ് ടു ദ നർവ് സപ്ലൈ. മോട്ടോർ സപ്ലൈ ഓഫ് ദ ടങ് മെയിൻലി ഹൈപ്പോഗ്ലോസൽ നെർവ് വഴിയാണ്. സെൻസറി സപ്ലൈ പറയുമ്പോൾ ആന്റീരിയർ 2/3 പോസ്റ്റീരിയർ 1/3 ഡിഫറന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓരോ ആർച്ചിന്റെയും നർവ്സ് ഏതൊക്കെയാണെന്ന്, അത് വെച്ച് ഈസി ആയിട്ട് ഇത് ഓർക്കാം. ആന്റീരിയർ 2/3 സപ്ലൈ ചെയ്യുന്നത് മെയിൻലി ലിംഗ്വൽ നെർവ്. ലിംഗ്വൽ നെർവ് എന്ന് പറയുന്നത് ട്രൈജമിനൽ നെർവിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അത് കഴിഞ്ഞ് കോഡൈ ടിംപാനി നെർവ് വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫേഷ്യൽ നെർവ്. ഇത്രയാണ് ആന്റീരിയർ 2/3 സെൻസറി സപ്ലൈ. പോസ്റ്റീരിയർ 1/3 സെൻസറി സപ്ലൈ ഗ്ലോസോഫെറിഞ്ചൽ ആൻഡ് വേഗസ്. അത് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ആർച്ചിനാണല്ലോ. അപ്പൊ അതിന്റെ നർവ്സ് ആയിട്ടുള്ള ഗ്ലോസോഫെറിഞ്ചലും വേഗസും 9th and 10th ക്രേനിയൽ നർവ്സും അതിന്റെ ബ്രാഞ്ചസും ആണ് സപ്ലൈ ചെയ്യുന്നത്.